കേന്ദ്ര ബഡ്ജറ്റ് അഥവാ യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്നുള്ളത് 12 lakhs വരെ ആനുവൽ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഫ്രീ, അവർക്ക് ഇനി മുതൽ 0 ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ഒരു വാർത്തയാണ് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട് എല്ലാവർക്കും ഒത്തിരി കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ഈ ആനുവൽ യൂണിയൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ടാക്സിനെ പറ്റിയുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ്. ഈ ടാക്സ് എക്സംഷൻ ആർക്കൊക്കെയാണ് ഏറ്റവും ബെനിഫിറ്റ്, ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കൊക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ അല്ലാതെ ഹിഡൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 12 lakhs എബവ് ഉള്ളവർക്ക് ഇത് എത്രത്തോളം അവർ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അവർ ഓൾഡ് ആണോ ന്യൂ ടാക്സ് റെഗീമയാണോ ചൂസ് ചെയ്യുന്നത്, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. നിങ്ങളുടെ ആനുവൽ ഇൻകം 12 lakhs അഥവാ 12 lakhsൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾ 12 lakhs എബോവ് ആണ് എങ്കിൽ അതിൽ ടാക്സ് കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. 12 lakhs 75 lakhs വരെയുള്ളവർക്ക് ഇത് ബെനിഫിറ്റാണ്. 12 lakh എബോവ് അപ് ടു 75 വരെ ടാക്സ് ഉള്ളവർക്ക് മാർജിനൽ റിലീഫ് കൊടുക്കുന്നുണ്ട്, ഒരു 75,000 കൂടെ. അപ്പോൾ 12 lakhs 75,000 വരെയുള്ളവർക്ക് ഈ ഒരു ടാക്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യാനായിട്ട്. ന്യൂ ടാക്സ് റെഗീമയാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ നിങ്ങളൊരു 13 lakh 14 lakh 13 എബോവ് ലാക്കിലുള്ള ഒരു സ്കെയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത്, നിങ്ങൾക്കിത് എന്തൊക്കെ ആണ് ഇമ്പാക്റ്റ് വരുന്നത് എന്നൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഇതിനൊരു ടാക്സിൻ്റെ അനൗൺസ്മെൻറ്റ് ടൈമിൽ തന്നെ നമുക്കൊരു ന്യൂ ടാക്സ് റെഗീമയുടെ കാൽക്കുലേഷൻ്റെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതിൽ 0 to 4 lakh വരെയാണെങ്കിൽ ടാക്സ് കാൽക്കുലേഷൻ നില്ലായിരിക്കും. അതുപോലെ 4 to 8 ആണെങ്കിൽ അതിൻ്റെ 5% നമ്മൾ ടാക്സ് അടയ്ക്കണം. അതൊരു 4 to 8 എന്ന് പറയുമ്പം അതിൻ്റെ 4 to 8 4 lakhൻ്റെ 5% എന്ന് പറയുന്നത് 20,000. പിന്നെ വരുന്നത് 8 to 12 ആണെങ്കിൽ 8 to 12 മാർജിനിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ 10% ടാക്സ് അടയ്ക്കണം, അത് 40,000. അപ്പം ഈ അപ് ടു 12 വരെ വരുന്നവർക്ക് 60,000 ആണ് ശരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ അവർക്കൊരു എക്സംഷൻ ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ അവരുള്ളവർ ആ 60,000 അവർ അടയ്ക്കേണ്ട, അവർ ടാക്സ് ഫ്രീ ആവുന്നു. പക്ഷേ 12 to 16 ആ ഒരു റേഞ്ചിൽ വരുന്നവർക്ക് 15% ടാക്സ് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അവരടയ്ക്കേണ്ട ഒരു ടാക്സ് എന്ന് പറയുന്നത് ആ 4 to 8 ആ ഒരു 4 to 8ൻ്റെ 5% എന്ന് പറയുമ്പോൾ 20,000 പ്ലസ് 40,000. പിന്നെ ഈ 12 to 16ൻ്റെ ഇപ്പം 13 ആണെങ്കിൽ ആ 1 lakhൻ്റെ 15% അവരടയ്ക്കണം. അല്ലെങ്കിൽ 14 lakh ആണെങ്കിൽ ആ 2%ൻ്റെ 2 lakhൻ്റെ 15% ടാക്സ് അവർ പേ ചെയ്യണം. ഇപ്പം 12 എബോവ് സാലറി വരുന്ന 12 എബോവ് ആനുവൽ CTC വരുന്ന ഒരാൾ ഈ പറയുന്ന ടാക്സ് എക്സംഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആ 12 അവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നില്ല. അവർക്ക് ഈ ടാക്സ് ലാബ് പ്രകാരം അവർ റീകാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ തന്നെ അവർക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ടാക്സ് കാൽക്കുലേറ്ററെ കണ്ടിട്ട് വേണം ഇത് നിങ്ങൾ ന്യൂ ടാക്സ് റെഗീമ വേണോ ഓൾഡ് ടാക്സ് റെഗീമ തന്നെ റിട്ടേൺ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബ്ലൈൻഡായിട്ട് ഓക്കെ ന്യൂ ടാക്സ് റെഗീമിലോട്ട് മൂവ് ചെയ്യാം, ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻസിൻ്റെ സേവിങ്സും ഇതുപോലെ റെൻറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്തിട്ട് വേണം ന്യൂ ടാക്സ് റെഗീമയിലോട്ട് മൂവ് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ടാക്സ് ഈ പറഞ്ഞുള്ള കാൽക്കുലേഷനാണ്, അല്ലാതെ നിങ്ങൾ 12 lakh വരെയുള്ളതിന് ടാക്സ് ഒരിക്കലും നിങ്ങളുടെ കേസിൽ എക്സ്ക്ലൂഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു CA ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ കണ്ട് നമ്മുടെ ആ സാലറി ആയിട്ട് മാപ്പ് ചെയ്യുന്നുള്ള ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഓൾഡ് വേണോ ന്യൂ വേണോ എന്ന് ചൂസ് ചെയ്യാൻ.
എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഓൾറെഡി കാണിക്കാനുണ്ട്, അല്ലെങ്കിൽ സേവിങ്സ് സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾഡ് ടാക്സ് റെഗീമെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഓൾഡ് ടാക്സ് റെഗീമെ തന്നെയാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. 12 lakhs താഴെയാണെങ്കിൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ ന്യൂ ടാക്സ് റെഗീമിലോട്ട് മൂവ് ചെയ്യാം. പക്ഷേ 12 lakh എബവ് CTC വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് മാറാൻ. താങ്ക് യു.